ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ, ഈ പാഠഭാഗത്തിലെ 11ാമത്തെ പേജിലെ ഉത്തരങ്ങളാണ് ഇവിടെ വിശദമാക്കുന്നത്. വർഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെയാണ് ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത്. അതായത് the second power of a number is called square of that number. ഇനി പൂർണ്ണവർഗങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയായ ഒന്നിന്റെ വർഗം എത്രയാ? ഒന്നിന്റെ വർഗം നമ്മൾ എങ്ങനെയാ അതിനെ സൂചിപ്പിക്കുക? 1 സ്ക്വയർ അല്ലെ? ഒന്നിന്റെ വർഗം എന്നുള്ളതിനെ 1 സ്ക്വയർ എന്നാണ് എഴുതുക, ഒന്നിന്റെ രണ്ടാം കൃതി അല്ലെ. അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കണം 1 എന്ന് വെച്ചാൽ 1 ആണ് അല്ലെ. ഇനി അടുത്ത എണ്ണൽ സംഖ്യയായ 2ന്റെ വർഗം എന്നത് 2 സ്ക്വയർ, 2 ഗുണിക്കണം 2 സമം 4 അല്ലെ. ഇനി 3ന്റെ വർഗം 3 സ്ക്വയർ, 3 ഗുണിക്കണം 3 സമം 9 അല്ലെ. അടുത്തത് 4ന്റെ സ്ക്വയർ, 4ന്റെ വർഗം 4 ഗുണിക്കണം 4 സമം 16. ഈ 1, 4, 9, 16, അടുത്തത് 25, ഇങ്ങനെയുള്ള ഈ സംഖ്യകളെയാണ് എന്ത് പറയുക? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയാം. അപ്പൊ പൂർണ്ണവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളെയാണ് എന്ത് പറയാ? പൂർണ്ണവർഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മൾ ഗുണന പട്ടിക പഠിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളത് ബൈ ഹാർട്ടായിട്ട് നമുക്ക് അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ വേണമെങ്കിൽ 10 മുതൽ 20 വരെയും അറിയുന്നുണ്ടാവും അല്ലെ. അതിൽ കൂടുതലുള്ള സംഖ്യകളുടെ വർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരുമ്പോ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. കളങ്ങൾ വരച്ചിട്ടാണ് തുടക്കത്തിലെ വർഗം കാണുന്നതെങ്കിലും അത് പിന്നീട് അത് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാലും മനസ്സിലേക്ക് അതിന്റെ ഉത്തരം മനക്കണക്കായി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു ചോദ്യം ചെയ്തത് നോക്കാം. 25ന്റെ വർഗം, സ്ക്വയർ ഓഫ് 25 സ്ക്വയർ നമുക്ക് കാണണമെങ്കിൽ നമുക്കറിയാം ഇവിടെ 10s പ്ലേസിൽ 2, അതായത് 2 10s ആണ് ഉള്ളത്. 2 10s എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലെ. 5 1s ആണ്. 25 എന്ന് പറഞ്ഞാൽ 2 10s 5 1s ആണ് അല്ലെ. 5 1 ആണ്. അപ്പോ ഇതിൽ നമുക്ക് ഈ കളത്തില്, ഈ കോളത്തില് ഇതിനെങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. 25 ആയതുകൊണ്ട് ഇവിടെ 2 10s എന്ന് പറഞ്ഞാൽ 20, 5 1s എന്ന് പറഞ്ഞാൽ 5 അല്ലെ. അതേപോലെ ഇങ്ങോട്ടും എഴുതാം 20ഉം 5ഉം. ഓക്കെ, 20 പ്ലസ് 5, 25 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 5 25, 20 പ്ലസ് 5. ഓക്കെ, ഇനി 20 ഇൻറ്റു 20 എത്രയാ? 400 ആണ് അല്ലെ. 20 ഇൻറ്റു 20 400 ആണ്. 20 ഇൻറ്റു 5 എത്രയാണ്? 100 ആണ് അല്ലെ. അതേപോലെ ഈ 20 ഇൻറ്റു 5 എത്രയാ? 25 100 ആണ് അല്ലെ. ഇനി 5 ഇൻറ്റു 5, ഇവിടെ 5ന്റെ നേരെ ഈ 5ന്റെ നേരെ 5 ഇൻറ്റു 5 എത്ര? 25 ആണ്. അതിന് നമുക്ക് ഈ സംഖ്യകൾ, ഈ കളത്തിലുള്ള ഈ കോളത്തിലുള്ള സംഖ്യകളൊക്കെ കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ 25ന്റെ സ്ക്വയർ കിട്ടും. അതായത് 400 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 500 ആണ് അല്ലെ. 100 പ്ലസ് 25 125 ആണ്. അങ്ങനെ ഇത് പ്ലസ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 625 എന്ന് കിട്ടും. ഇതാണ് എന്ത്? 25ന്റെ സ്ക്വയർ. ഇങ്ങനെയാണ് കോളം വരച്ചിട്ട് അല്ലെങ്കിൽ കളം വരച്ചിട്ട് 25ന്റെ സ്ക്വയർ കാണുന്ന രീതി. 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു 625 എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഇനി ഏത് ചോദ്യം വരുമ്പോഴും ഇതുപോലെ കളം വരച്ച് ചെയ്യണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ എന്നറിയോ? ഇതിൽ നിന്ന് പിന്നെ ഈ 400 എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? 20യുടെ സ്ക്വയർ ആണ് അല്ലെ. ഇതിനെങ്ങനെയാ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? 400 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 25 ആണല്ലോ അല്ലെ. ഈ 400 എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? ഇതിലുള്ള 20യുടെ സ്ക്വയർ ആണ് അല്ലെ. അതായത് 25 ആണെങ്കിൽ ഇവിടെ 20ഉം 5ഉം ആയിട്ടാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക നമ്മള്. അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മൾ അതിനെ എഴുതുക? 20 സ്ക്വയർ പ്ലസ് പിന്നെ എന്താ ചെയ്യുന്നത്? ഈ 100 എങ്ങനെ കിട്ടിയത് നമുക്ക്? 20 ഇൻറ്റു 5 100 ആണ് അല്ലെ. അപ്പൊ 2 പ്രാവശ്യം 100 ഉണ്ടല്ലോ.
അപ്പൊ 20 ഇൻറ്റു 5 ഇൻറ്റു 2 രണ്ട് പ്രാവശ്യം വരുമ്പോ നമ്മൾ ഇൻറ്റു ചെയ്താൽ പോരെ. 20 സ്ക്വയർ പ്ലസ് 20 ഇൻറ്റു 5 20 സ്ക്വയർ പ്ലസ് 20 ഇൻറ്റു 5 ഇൻറ്റു 2 അല്ലെ, പ്ലസ് പിന്നെ ഈ 25 എങ്ങനെയാ കിട്ടിയേ? 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 നമ്മൾ എങ്ങനെ എഴുതലുണ്ട്? 5 സ്ക്വയർ എന്ന് എഴുതലുണ്ട് അല്ലെ. അങ്ങനെയാണ് എന്ത് കിട്ടിയത് നമുക്ക്? 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 20 ഇൻറ്റു 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 20 ഇൻറ്റു 5 100, 100 ഇൻറ്റു 2 200 പ്ലസ് 5 ഇൻറ്റു 5 25. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 625. ഇനി നമുക്ക് എല്ലാ ചോദ്യങ്ങളും കിട്ടുമ്പോഴും ഇതുപോലെ കോളം വരച്ച് ചെയ്യണം എന്നില്ല. ഈ ഒരു രീതിയിലേക്ക് ഇതിന്റെ ഇതുമായി ബന്ധപ്പെടുത്തി നോക്കാം. നമുക്ക് 25ന്റെ സ്ക്വയർ ആവുമ്പോഴേ അവിടെ എത്ര ടെൻസ്? 2 ടെൻസ് 20. അപ്പൊ അതിന്റെ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇതിൽ 2 ടെൻസും 5 വൺസും ആണ്. അപ്പൊ 210 എന്ന് പറയുമ്പോൾ 20, 5 ആണ് ആ രണ്ട് നമ്പേഴ്സ്. 20 ഇൻറ്റു 5 ഇൻറ്റു 2. ഓക്കെ, പ്ലസ് ഈ വൺസ് പ്ലേസിൽ അതിന്റെ സ്ക്വയർ. ഇത്രയും കാര്യങ്ങളെ അതിലുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ 64ന്റെ സ്ക്വയർ ഒന്ന് ചെയ്തു നോക്കാലോ. രണ്ടാമത്തെ ചോദ്യം 64ന്റെ സ്ക്വയർ. ഇതുപോലെ കളം വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യണ്ട. ഇനി ഇതുപോലെ നമുക്ക് ചെയ്യാം. നോക്ക്, ഇവിടെ ടെൻസ് പ്ലേസിൽ 6 ആണ് അല്ലെ. അപ്പൊ എത്ര? 60 സ്ക്വയർ ആണല്ലോ. നെക്സ്റ്റ് 60 ഇൻറ്റു 4 ഇൻറ്റു 2 അല്ലെ. 60 ഇൻറ്റു 4 ഇൻറ്റു 2 പ്ലസ് എത്ര? 4ന്റെ സ്ക്വയർ, 4 സ്ക്വയർ ഈക്വൽ ടു 60 സ്ക്വയർ എത്ര? 6ന്റെ ഇങ്ങനെയുള്ള 0 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എളുപ്പത്തിൽ കാണാം നമുക്ക് അല്ലെ. 0 ഒഴിവാക്കിയിട്ട് ഉള്ള നമ്പറിന്റെ സ്ക്വയർ കാണാം. എന്നിട്ട് എത്ര 0 ഉണ്ടോ അതിന്റെ ഡബിൾ 0 ഇട്ടാ മതി. 6ന്റെ സ്ക്വയർ 36, 2 0 ഇടാ, പ്ലസ് ഇവിടെ എത്ര കിട്ടുക? 6 ഇൻറ്റു 4 24 ഇൻറ്റു 2 എത്ര? 48, 480 പ്ലസ് 4 സ്ക്വയർ 16 അല്ലെ. ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റില്ലേ? 6ന്റെ സ്ക്വയർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്ലസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത് പ്ലസ് ചെയ്ത് എത്രയാ കിട്ടുക? 6 പിന്നെ എത്ര? 8 9 പിന്നെ 4096 ആയിരിക്കും 64ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം, ഈ 5 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ടെൻസ് ഉണ്ട്? 3 ടെൻസ് 5 വൺസ് അല്ലെ. അപ്പൊ 3 ടെൻസ് എന്ന് പറയുമ്പോ 30. അപ്പൊ 30യുടെ സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് 5 1 അല്ലേ. അപ്പൊ നമ്മൾ കോളത്തിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യല്? 30ഉം 5ഉം അത് 2 പ്രാവശ്യമുണ്ട്, 2 സ്ഥലങ്ങളിൽ വരും അല്ലെ. അപ്പൊ 30 ഇൻറ്റു 5 ഇൻറ്റു 2 പ്ലസ് ഇവിടുത്തെ വൺസ് പ്ലേസിൽ 5. അപ്പൊ 5 സ്ക്വയർ. ഇനി 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9, 30 ആയതുകൊണ്ട് അത് ഒരു 0 ആയതുകൊണ്ട് അതില് 2 0 സ്ക്വയറിൽ എഴുതണം. 900 പ്ലസ് ഇതെന്ത് ചെയ്യുമ്പോ എത്ര കിട്ടുക? 3 ഇൻറ്റു 5 ഇൻറ്റു 2, 3 ഇൻറ്റു 5 15, 15 ഇൻറ്റു 2 30. പിന്നെ ഇവിടെ ഒരു 0 നമ്മൾ ഇടാണ്ട് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് 300 എന്നാവും. പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇനി ഇതൊക്കെ പ്ലസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 900 പ്ലസ് 300 പറഞ്ഞാൽ 1200. അപ്പൊ 1225 അല്ലെ. അപ്പൊ 1225 ആണ് എന്ത്? 35ന്റെ സ്ക്വയർ. അത് കിട്ടി. ഇനി 47 സ്ക്വയർ ഇതുപോലെ എങ്ങനെ സ്പ്ലിറ്റ് ആക്കുക? ഇവിടുത്തെ 10th പ്ലേസിൽ 4 അല്ലെ. അപ്പൊ 40 സ്ക്വയർ പ്ലസ് പിന്നെ 40ഉം 7ഉം ആണല്ലോ 47 എന്ന് പറയുമ്പോ. അപ്പൊ 40 ഇൻറ്റു 7 ഇൻറ്റു 2
40 ഇൻറ്റു 7 ഇൻറ്റു 2 പ്ലസ് പിന്നെ വൺസ് പ്ലേസിൽ 7 സ്ക്വയർ. 40യുടെ സ്ക്വയർ 4 4s are 16. പിന്നെ 2 സീറോയും ഇടുക. ഒരു സീറോ വരുമ്പോൾ സ്ക്വയറിൽ അതിന്റെ ഡബിൾ സീറോ ഇട്ടാൽ മതി. പ്ലസ് ഇതിനെങ്ങനെ എന്ത് ചെയ്യാം? 4 ഇൻറ്റു 7 28. 28 ഇൻറ്റു 2 56. പിന്നെ ഒരു സീറോയും കൂടി ഇടണം. 560 പ്ലസ് 7 സ്ക്വയർ 49. ഇനി ഇതിൽ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക നമുക്ക്? 1600 516 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2209 ഇടും അല്ലെ? നമുക്ക് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോ. ഓക്കെ, അടുത്തത് 53 സ്ക്വയർ. 53 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50യും 3യും അല്ലെ? 5 10സും 3 1സും ആണ്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 50 സ്ക്വയർ പ്ലസ് 50 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലെ? പ്ലസ് 3 സ്ക്വയർ. അപ്പൊ 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25. പിന്നെ 2 സീറോയും ഇട്ട് കൊടുത്താൽ മതി. 5 ഇൻറ്റു 3 15. 15 ഇൻറ്റു 2 30. അപ്പൊ 30യുടെ കൂടെ ഒരു സീറോ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരു സീറോ ഉണ്ട് ഇടാൻ. ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇനി ഇത് പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 2500ഉം 300ഉം 2809 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 2809 ആണ് എന്ത്? 53യുടെ സ്ക്വയർ ആണല്ലോ. അപ്പോ ഇത് 47ന്റെ സ്ക്വയർ ആണ് അല്ലെ? ഇനി 88ന്റെ സ്ക്വയർ ഇതിനെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം? 8 10സും 8 1സും അല്ലെ? അപ്പൊ 80 സ്ക്വയർ പ്ലസ് പിന്നെ 80 ഇൻറ്റു 8 ഇൻറ്റു 2 പ്ലസ് 8 സ്ക്വയർ ആണ് ഈക്വൽ ടു 80യുടെ സ്ക്വയർ എത്ര? 8ന്റെ സ്ക്വയർ 8 8s are 64. പിന്നെ 2 സീറോയും പ്ലസ് 8 ഇൻറ്റു 8 8 8s are 64 ഇൻറ്റു 2 128. 128ന്റെ കൂടെ ഒരു സീറോ ഇട്ടാൽ മതി അല്ലെ? ദെൻ പ്ലസ് 8 സ്ക്വയർ ഇസ് 64 ആണല്ലോ. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? എത്ര കിട്ടും? 6400ഉം 1200ഉം ആഡ് ചെയ്താൽ 7600 ആയി. പിന്നെ ബാക്കി എത്രയുണ്ട്? ഇവിടെ 80യും 64ഉം ആഡ് ചെയ്യുമ്പം 7744 കിട്ടും അല്ലെ? അതായത് 88ന്റെ സ്ക്വയർ എത്ര? 7744 ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 11ലുള്ള ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള പിന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം, രണ്ടക്ക സംഖ്യകളുടെ ഒക്കെ വർഗം നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ വളരെ ഫാസ്റ്റ് ആവും. നിങ്ങൾക്ക് എല്ലാ നമ്പറും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ആ ട്രഡീഷണൽ രീതിയിൽ നിന്ന് വിട്ടിട്ട് പുതിയൊരു രീതിയാണ് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു രീതിയാണ്. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നല്ല പിന്നെ വൃത്തിയായി ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നീട് അതിനെ അടുത്തത് ദശാംശ വർഗങ്ങളാണ്. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.